കൂട്ടുകാരെ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷനും വരികയാണ്. അപ്പോൾ 2026 ഭയങ്കര അവസരങ്ങളാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയും നിങ്ങൾക്ക് കുറെ സംശയമുണ്ട്. കാരണം ഇപ്പോൾ അല്ലേ മിസ്സേ, ഏതൊക്കെയാണ് ഇപ്പൊ വന്നത്? കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ്. അത് മാത്രമല്ല നോട്ടിഫിക്കേഷന്റെ ഒരു പെരുമഴ പെരുമഴയാണ് പറയാം. അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് പൊതുവെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന കുറെ Q&As ആണ് നമ്മൾ വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം. അപ്പോ എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ സാർ, നമ്മുടെ ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങളാണ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വാളിഫിക്കേഷൻ. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ? ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് LGS എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ എല്ലാ ഡിഗ്രിക്കാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മുടെ വേരിയസിലേക്ക് വന്നപ്പോഴത്തേക്കും സാധാരണക്കാർക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ LGSൽ നമുക്ക് ഡിഗ്രി യോഗ്യതയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഒരു കണക്കിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമ്മുടെ സാധാരണക്കാരെ +2 വരെ യോഗ്യതയുള്ള ആൾക്കാർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ വരുമ്പോൾ LGS കേൾക്കുമ്പോഴത്തേക്ക് ഡിഗ്രി ഉള്ള എല്ലാവരും അങ്ങ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ അങ്ങനെ ഇല്ല. കാര്യം എന്താ, കമ്പനി ബോർഡ് ആകുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് നമുക്ക് ഡിഗ്രി ഉള്ള എല്ലാവർക്കും എഴുതാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവരും അപേക്ഷ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഏതിനു വേണ്ടി പഠിക്കണമെന്നൊരു സംശയമുണ്ട് നിങ്ങൾക്ക്, നമുക്കത് വഴിയെ ക്ലിയർ ചെയ്യാം. അപ്പൊ സാർ, ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? പറ്റും, കുഴപ്പമില്ല. അത് പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഡിഗ്രി ഉള്ളവർക്കും പറ്റും. ഡിഗ്രി ഉള്ളവർക്കും ഇത്തവണയും അപ്ലൈ ചെയ്യാം എന്നതാണ്. അപ്പൊ നമുക്ക് ഡിഗ്രി ഉള്ളവർക്ക് പറ്റുന്ന ഒരേ ഒരു ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് നമ്മുടെ കമ്പനി ബോർഡ് LGS മാറി കഴിഞ്ഞു. സാർ, ഓൾറെഡി 2 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 2 അല്ല, സത്യം പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ കമ്പനി ബോർഡ് തന്നെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ വന്ന ലാസ്റ്റ് ഗ്രേഡ്. അപ്പൊ ഒരു ഡിഗ്രി ഉള്ള ഒരു വിദ്യാർത്ഥി ഏതനായിരിക്കണം മുൻതൂക്കം നൽകേണ്ടത്? ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ റിലവന്റ് ആണ്. ഒത്തിരി ആൾക്കാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാര്യം സാർ, നമുക്ക് ഈ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് തന്നെ 2 പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ചോദിക്കും ഇതിന് ഉൾപ്പെടണ്ടേ എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2 റാങ്ക് ലിസ്റ്റ് ഇതിനു മുന്നേ ഉള്ള റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം വലിയ റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. ഒന്ന് അസിസ്റ്റന്റ് തന്നെ ഏകദേശം 4000-4000 ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. കഴിഞ്ഞ 3000 മുകളിൽ അഡ്വൈസ് പോയി അല്ലേ. അതുപോലെ നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും അതുപോലെ സംഭവിച്ചിട്ടുള്ളത് 3000-ലധികം ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് വരുന്നു. അപ്പൊ ഇതിൽ മിക്കവാറും വരുന്ന ആൾക്കാർ കുറെ പേര് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിനൊപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളുടെ പരീക്ഷ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനൊപ്പം വരുന്നതാണ് VFAയും ബെവ്കോയും ഒക്കെ. അപ്പൊ അതൊക്കെ കിട്ടുന്നവര് ഇതിലേക്ക് വരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് NJD എണ്ണം കൂടും എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് NJD എണ്ണം കൂടും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അവസരങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2026 എങ്ങനെ പോയാലും ഈ 3000 അവസരങ്ങൾ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമുക്ക് നേരത്തെ നമ്മൾ 4000 കൂട്ടി വെച്ചേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് 4000-ലധികം വരുന്നത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 4, 3, 8 8000 ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഈ 2026 നടക്കുന്ന പരീക്ഷകളിലൂടെ ജോലി കിട്ടാൻ, സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾ എത്താൻ പോവാണ്. അപ്പൊ നിങ്ങൾ മത്സരത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ മത്സരത്തിന്റെ ഭാഗമാകുക, നമ്മൾ ലിസ്റ്റ് ഉൾപ്പെടുക. ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ 2026 വരുന്ന ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് അഡ്വൈസ് ഉറപ്പാണ്. കാര്യം NJD പടപടാ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത 2026. സാർ, അടുത്ത് അറിയേണ്ടത് സിലബസ് ആണ്. സിലബസ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു സംശയം ആർക്കും വേണ്ട. നമ്മുടെ LGSന്റെ പക്ക സിലബസ് തന്നെയാണ്. മലയാളവും ഇംഗ്ലീഷും വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെയുള്ള LGS പരീക്ഷകൾ. അപ്പോൾ അത് വലിയൊരു ഗുണമാണ്. പിന്നെ ഏറ്റവും കോറായിട്ട് നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ മെന്റൽ എബിലിറ്റിയുടെ ഭാഗവും അതുപോലെ മാത്സ് ലഘുഗണിതവും മെന്റൽ എബിലിറ്റിയും തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും. 20 മാർക്ക് വെയിറ്റേജ് ഉള്ള ഭാഗമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അറിയാമല്ലോ. ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചോദ്യങ്ങളുടെ ലെവൽ എന്തായാലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങളത് ഡിഗ്രി ലെവലിന് വേണ്ടി പഠിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. അപ്പോൾ കറണ്ട് അഫേഴ്സ് 20 മാർക്കിന് അധികം 20 മാർക്ക് കറണ്ട് അഫേഴ്സും അതുപോലെ നമ്മുടെ 20 മാർക്ക് ലഘുഗണിതവും കൂടെ ആകുമ്പോൾ തന്നെ 40 മാർക്കിന്റെ ഒരു ഭാഗമായി. അപ്പൊ കട്ട് ഓഫ് മാർക്ക് അടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആനുകാലിക വിഷയങ്ങളും അതുപോലെ നമ്മുടെ ലഘുഗണിതവും മാത്രമാകുമ്പോൾ തന്നെ 40 മാർക്കിന്റെ മേഖല നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയായാലും പരീക്ഷ നമുക്കറിയാലോ, കഴിഞ്ഞ കമ്പനി ബോർഡ് LGS എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പറയാൻ പറ്റില്ല. അത് നോർമലി അങ്ങനെ തന്നെയാണ്. പരീക്ഷ എളുപ്പമാകുമ്പോഴത്തേക്ക് കട്ട് ഓഫ് കൂടും, അല്ലെങ്കിൽ പരീക്ഷ പാടാകുമ്പോൾ കട്ട് ഓഫ് നേരെ കുറഞ്ഞും വരും. നമ്മളതിൽ കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് മുകളിലെത്തുക എന്നുള്ളതാണ്, ലിസ്റ്റിൽ ഉൾപ്പെടുക. അതാണ് നിങ്ങളുടെ ധർമ്മം, ഈ ഒരു 2026 ധർമ്മം. അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.
അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് പഠിക്കുക. സഹകാരി റേസ് പ്ലസും നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ 2027 ജോലി അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈ കിട്ടി. 2027 ആദ്യം തന്നെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അതുപോലെ നമുക്ക് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്കിപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ സഹകാരി വന്ന് പഠിക്കുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ് ആണ് ഒക്കെ നിങ്ങൾ ആ ഒരു ജോലിയിലേക്ക് എത്തിക്കുന്നതിലാണ് അവിടെ ഒരു എക്സലൻസ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് അവിടെ പ്രയോജനം വരണം. നമുക്ക് പ്രയോജനം വന്ന് നമ്മുടെ ലൈഫ് സെറ്റായിട്ട് മാറണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിന്റെ ഗൂഗിൾ മീറ്റിൽ നേരിട്ട് കാണാനും അതുപോലെ കിടിലം മോട്ടിവേഷനോട് പഠനം ആരംഭിക്കാനൊക്കെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. കമ്പനി ബോർഡ് LGS മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ നേരിട്ട് കാണാം. താങ്ക് യു.